പുലമൺതോട് കയ്യേറ്റം ഒഴിപ്പിക്കൽ സംബന്ധിച്ച ഓംബുഡ്സ്മാൻ നടപടികൾ ശക്തമാക്കുന്നു. ഇതു സംബന്ധിച്ച പരാതിയിൽ ഓഗസ്റ്റ് 5-നകം വിശദീകരണം നൽകാൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറോട് ഓംബുഡ്സ്മാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ 2010-ലാണ് ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. കൊട്ടാരക്കര, മൈലം, കുളക്കട പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പുലമൺതോടിന്റെ ഇരുവശങ്ങളിലും വ്യാപകമായ കയ്യേറ്റം നടക്കുന്നതും തോട്ടിൽ മാലിന്യങ്ങൾ തള്ളുന്നതും അനധികൃതമായി മണൽവാരൽ നടത്തുന്നതും തോടിന്റെ നാശത്തിന് കാരണമാകുന്നുവെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിമാരെ പ്രതികളാക്കിയായിരുന്നു പരാതി. ഇതനുസരിച്ച് കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഓംബുഡ്സ്മാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലും കളക്ടറുടെ നേതൃത്വത്തിലും യോഗങ്ങൾ നടന്നു. കയ്യേറിയ ഭാഗങ്ങൾ അളന്നുതിരിക്കാൻ തീരുമാനിച്ചെങ്കിലും കൊട്ടാരക്കര പഞ്ചായത്തിൽ മാത്രമാണ് സർവേ നടന്നത്. 45 സെന്റോളം കയ്യേറ്റം കണ്ടെത്തിയെങ്കിലും ഒഴിപ്പിക്കൽ നടപടിയുണ്ടായില്ല. കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും പുലമൺതോട് ശുചീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സമരങ്ങളും നടന്നിരുന്നു. ചെറുകിട ജലസേചന വിഭാഗത്തിൽ നിന്ന് തോടിന്റെ സംരക്ഷണത്തിനായി തുക അനുവദിച്ചെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കാത്തതിനാൽ തുക വിനിയോഗിക്കാൻ കഴിയുന്നില്ല. ഓപ്പറേഷൻ വെറ്റ്ലാൻഡ് എന്ന പേരിൽ വിജിലൻസ് ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ പുലമൺതോടിന്റെ തീരം കയ്യേറിയതായും തോട് പുറമ്പോക്ക് അനധികൃതമായി നികത്തിയതായും കണ്ടെത്തിയിരുന്നു. പരിശോധനകളും അളവെടുപ്പും എല്ലാം കഴിഞ്ഞെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കാൻ മാത്രം നടപടികളുണ്ടായില്ല. കൊട്ടാരക്കര മീൻപിടിപ്പാറയിൽ നിന്ന് ആരംഭിച്ച് കലയപുരം അന്തമണ്ണിൽ കല്ലടയാറ്റിൽ ചേരുന്ന തോടിന് 14 കിലോമീറ്ററോളം നീളമുണ്ട്. കൊട്ടാരക്കര പട്ടണത്തിലെ മാലിന്യങ്ങൾ തള്ളുന്നതിനും മലിനജലം ഒഴുക്കിക്കളയുന്നതിനുമുള്ള പ്രധാന മാർഗമായി ഇടക്കാലത്ത് തോട് മാറിയിരുന്നു. കലയപുരം അന്തമൺ ഭാഗങ്ങളിൽ തോട്ടിൽ നിന്ന് മണലൂറ്റും നടക്കാറുണ്ട്. തോട് സംരക്ഷിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും സംഘടനാ പ്രവർത്തകരും നിരന്തരം ആവശ്യമുന്നയിക്കുമ്പോഴും കയ്യേറ്റങ്ങൾ തുടരുകയാണ്. ഭരണകക്ഷി രാഷ്ട്രീയ പാർട്ടിയുടെ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണകക്ഷിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അടക്കം നേതാക്കന്മാർ ഒത്താശ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പുലമൺതോട്ടിൽ കയ്യേറ്റം വ്യാപകമാണ്. ഇടയ്ക്ക് അതിനെതിരായി ഒരുപാട് ശക്തമായ പ്രതിഷേധം കൊട്ടാരക്കര പട്ടണത്തിലെ നിവാസികളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകളെല്ലാം ഈ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കൊട്ടാരക്കര പഞ്ചായത്ത് പോയ ഒരവസരത്തിലാണ് ബന്ധപ്പെട്ട സംഘടനകളെല്ലാം കൂടി ചേർന്ന് ഓംബുഡ്സ്മാനെ സമീപിച്ചു, റവന്യൂ അധികാരികളെ സമീപിച്ചു. അതിൻ്റെ ഫലമായി റവന്യൂ വകുപ്പ് മുൻകൈയെടുത്തുകൊണ്ട് ഒരു സർവേ നടപടി നടത്തി കയ്യേറ്റം കണ്ടുപിടിച്ച് ആ കയ്യേറ്റം ഒഴിപ്പിച്ച് പുലമൺതോടിനെ സ്വന്തമാക്കാനുള്ള നടപടി പഞ്ചായത്തിനെ ഏൽപ്പിച്ച് മടങ്ങുകയും ചെയ്തു. അതിനുശേഷം ഇത് യഥാർത്ഥത്തിൽ റവന്യൂ വകുപ്പ് അത് സർവേ നടത്തി കയ്യേറ്റം എവിടൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൊടുത്തിട്ടും ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.